ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2024 പുറത്തിറങ്ങിയ തന്ത്ര എന്ന് പറയുന്ന ഒരു ഹൊറർ ഫിലിമിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ സ്റ്റോറിയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. നമ്മുടെ ഈ സിനിമയിലെ നായികയ്ക്ക് അമാനുഷികമായ ഒരു ശക്തിയുണ്ട്. അവൾക്ക് മരിച്ചുപോയ ആത്മാക്കളെ കാണാൻ കഴിയും. അങ്ങനെ ഒരു നാൾ നമ്മുടെ നായികയ്ക്ക് അവളുടെ കൂട്ടുകാരിയുടെ പുറകെയും ഒരു ആത്മാവ് വരുന്നത് കാണാൻ കഴിയുകയാണ്. അങ്ങനെ തൻ്റെ കൂട്ടുകാരിയുടെ ദേഹത്ത് ആത്മാവ് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ നായികയാകട്ടെ ഒരു മന്ത്രവാദിനിയുടെ സഹായത്തോടെ തൻ്റെ കൂട്ടുകാരിയെ രക്ഷിക്കുകയാണ്. നമ്മുടെ നായികയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾക്ക് അമ്മയില്ല. അവൾ ജനിച്ചപ്പോൾ തന്നെ അവളുടെ അമ്മ മരിച്ചിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ നമ്മുടെ നായികയുടെ അച്ഛന് അവളോട് സ്നേഹമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകെ നമ്മുടെ നായികയുടെ അമ്മയും തിരക്കി ഒരു മന്ത്രവാദി ആ നാട്ടിൽ വരികയാണ്. നായികയുടെ അമ്മ മരിച്ചുപോയ വിവരം നാട്ടുകാരിൽ നിന്നും അറിയുന്ന മന്ത്രവാദിയാകട്ടെ നായികയെ തപ്പി ഇറങ്ങുകയാണ്. ആ മന്ത്രവാദി ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ നായികയ്ക്ക് ചില അസ്വസ്ഥതകളൊക്കെ തന്നെ അനുഭവപ്പെടുന്നു. ഇതെല്ലാം സംഭവിക്കുന്നതിൽ മനസ്സ് വിഷമിച്ച നമ്മുടെ നായികയാകട്ടെ നായകനോട് തനിക്കിങ്ങനെയൊക്കെ സംഭവിക്കാനുണ്ടായ കാരണം പറയാണ്. നായിക പറയാണ് താനൊരു സാധാരണ പെൺകുട്ടിയല്ല, ഒരു മന്ത്രവാദിനിയാണെന്ന്. തൻ്റെ അമ്മയും ഒരു മന്ത്രവാദിനി ആയിരുന്നുവെന്ന് അവൾ പറയാണ്. ആ മന്ത്രവാദി നായികയെ തപ്പി വരാനുണ്ടായ കാരണവും അവൾ നായകനോട് പറയുന്നുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ നായികയുടെ അമ്മയെ ഉപയോഗിച്ച് ആ മന്ത്രവാദി തൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കർമ്മത്തിൽ പിഴവ് സംഭവിച്ചത് കാരണം അത് നടന്നില്ല. അതിനാൽ ആ മന്ത്രവാദിയുടെ ശക്തി വർദ്ധിപ്പിക്കാനാണ് അയാൾ നമ്മുടെ നായികയെ വരുതിയിലാക്കാൻ നോക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ നായകനാകട്ടെ നായികയെ രക്ഷിക്കാനായിട്ട് പോവാണ്. ആ മന്ത്രവാദി അവളെ പിടിച്ചുകൊണ്ടുപോയി കർമ്മം ചെയ്യുമ്പോൾ നായകൻ അത് തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ മന്ത്രവാദിയുടെ ബന്ധനത്തിൽ നിന്ന് മോചിതയാകുന്ന നമ്മുടെ നായികയാകട്ടെ അവളുടെ ശക്തി ഉപയോഗിച്ച് ബാക്കിയുള്ള ആത്മാക്കളെ എല്ലാം വിളിച്ചു വരുത്തി ആ മന്ത്രവാദിയെ കൊല്ലുകയാണ്. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞതിന് ശേഷം നമ്മുടെ നായികയും നായകനും ഒരുമിച്ച് സന്തോഷമായി ജീവിക്കാൻ തുടങ്ങുകയാണ്.